കേരളത്തിന്റെ പൊതുവിതരണ ശൃംഖലയെയും ഊർജ സുരക്ഷാ നയങ്ങളെയും ആകെ ഉലയ്ക്കുന്ന അതീവ ഗുരുതരമായ ഒരു പബ്ലിക് പോളിസി പ്രതിസന്ധിയാണ് കേന്ദ്ര ഭരണകൂടത്തിന്റെ പുതിയ ഉത്തരവിലൂടെ സംസ്ഥാനത്ത് സംജാതമായിരിക്കുന്നത്. വരാനിരിക്കുന്ന ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള പാദത്തിലേക്ക് കേരളത്തിന് അനുവദിക്കേണ്ട മണ്ണെണ്ണ വിഹിതത്തിൽ 1570 കിലോ ലിറ്റർ അഥവാ 15.7 ലക്ഷം ലിറ്ററിന്റെ ഭീമമായ വെട്ടിക്കുറയ്ക്കലാണ് കേന്ദ്ര സർക്കാർ വരുത്തിയിരിക്കുന്നത്. പശ്ചിമേഷ്യൻ മേഖലയിലെ നിലനിൽക്കുന്ന അതീവ സങ്കീർണമായ യുദ്ധ സാഹചര്യങ്ങളും അതിന്റെ ഫലമായി ആഗോള ഇന്ധന വിപണിയിലും വിതരണ ശൃംഖലയിലും ഉണ്ടായിട്ടുള്ള അപ്രതീക്ഷിത തടസ്സങ്ങളുമാണ് ഈ അടിയന്തര അലോക്കേഷൻ പോളിസി മാറ്റത്തിന് കാരണമായി ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങൾ ഇപ്രകാരമാണ് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ അടുക്കളയിലേക്കും ദൈനംദിന ജീവിതത്തിലേക്കും നേരിട്ട് പടരുന്നതെന്ന് വ്യക്തമാക്കുന്ന ഒരു വ്യക്തമായ തെളിവാണ് ഈ പുതിയ കേന്ദ്ര നയം. കേവലം ഒരു താൽക്കാലിക പ്രതിസന്ധി എന്നതിനപ്പുറം സംസ്ഥാനത്തിന്റെ റേഷൻ വിതരണ സംവിധാനത്തെ പൂർണ്ണമായും നിശ്ചലമാക്കാൻ പോകുന്ന ഘടനാപരമായ ആഘാതമാണ് ഈ വിഹിതം വെട്ടിക്കുറയ്ക്കൽ വഴി ഉണ്ടാകാൻ പോകുന്നത്. കഴിഞ്ഞ കുറെ മാസങ്ങളായി സംസ്ഥാനത്ത് നിന്നുള്ള മണ്ണെണ്ണ വിഹിതം ഘട്ടം ഘട്ടമായി കുറച്ചുകൊണ്ടുവരുന്ന കേന്ദ്ര നയത്തിന്റെ തുടർച്ചയായാണ് ഈ പുതിയ നടപടിയെ നാം വിലയിരുത്തേണ്ടത്. ആഗോള വിപണിയിലെ വിലക്കയറ്റവും ക്രൂഡ് ഓയിൽ ലഭ്യതയിലെ കുറവും ചൂണ്ടിക്കാണിച്ച ഇന്ധന സബ്സിഡികൾ വെട്ടിച്ചുരുക്കുന്ന കേന്ദ്ര സാമ്പത്തിക തന്ത്രത്തിന്റെ നേരിട്ടുള്ള ഇരകളായി കേരളത്തിലെ പൊതുവിതരണ ശൃംഖല മാറുകയാണ്. ഈ സാഹചര്യത്തിൽ വരും മാസങ്ങളിൽ സംസ്ഥാനത്തെ റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്ന മണ്ണെണ്ണയുടെ അളവിൽ വലിയ രീതിയിലുള്ള കുറവുണ്ടാകുമെന്നത് പൂർണ്ണമായും ഉറപ്പാക്കിയിരിക്കുകയാണ്. ഈ വിഹിതം വെട്ടിക്കുറയ്ക്കലിന്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ തൊട്ടു മുൻപത്തെ പാദങ്ങളിലെ ഔദ്യോഗിക സ്ഥിതിവിവര കണക്കുകൾ കൃത്യമായും പരിശോധിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിൽ കേരളത്തിന് അനുവദിച്ചിരുന്ന 5676 കിലോ ലിറ്റർ മണ്ണെണ്ണ വിഹിതം പൊടുന്നനെ 4166 കിലോ ലിറ്ററായി കേന്ദ്ര സർക്കാർ പരിമിതപ്പെടുത്തിയിരിക്കുന്നു. മുൻപ് വരുത്തിയ ഈ വലിയ കുറവ് സൃഷ്ടിച്ച വിതരണ പ്രതിസന്ധിയിൽ നിന്നും സംസ്ഥാനം ഇനിയും കരകയറിയിട്ടില്ലാത്ത സാഹചര്യത്തിലാണ്. വീണ്ടും 15.7 ലക്ഷം ലിറ്ററിന്റെ അധിക വെട്ടിക്കുറയ്ക്കൽ കൂടി അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. നിരന്തരമായി ഉണ്ടാകുന്ന ഇത്തരം അലോക്കേഷൻ വെട്ടിച്ചുരുക്കലുകൾ സംസ്ഥാന സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ മുൻകൂട്ടിയുള്ള ആസൂത്രണങ്ങളെയും വിതരണ കലണ്ടറുകളെയും പൂർണ്ണമായി അട്ടിമറിക്കുന്ന ഒന്നാണ്. കഴിഞ്ഞ ക്വാർട്ടറിലെ വിഹിതത്തിന്റെ വിന്യാസം പരിശോധിക്കുമ്പോൾ സാധാരണ ഉപഭോക്താക്കൾക്ക് റേഷൻ കടകളിൽ നിന്ന് ലഭിക്കുന്ന വിഹിതം എത്രത്തോളം പരിമിതമാണെന്ന് വ്യക്തമാകും. കഴിഞ്ഞ തവണ അനുവദിച്ച 4166 കിലോ ലിറ്ററിൽ നിന്ന് തന്നെ 912 കിലോ ലിറ്റർ മണ്ണെണ്ണ മത്സ്യബന്ധന മേഖലയ്ക്കും വിവിധ പ്രകൃതി ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട അടിയന്തര ആവശ്യങ്ങൾക്കുമായി പ്രത്യേക വിഹിതമായി കേന്ദ്രം നിശ്ചയിച്ചിരുന്നതാണ്. ഇതിനാൽ തന്നെ സംസ്ഥാനത്തെ ഭൂരിഭാഗം വരുന്ന സാധാരണക്കാരുടെ ഉടമകൾക്കും മുൻപ് തന്നെ അർഹതപ്പെട്ട മണ്ണെണ്ണ പൂർണ്ണമായി തോതിൽ ലഭിച്ചിരുന്നില്ല. ഈ പ്രത്യേക അലോക്കേഷനുകൾ കഴിഞ്ഞ് ബാക്കി വരുന്ന തുച്ഛമായ അളവ് കൊണ്ട് സംസ്ഥാനത്തെ മുഴുവൻ ഉപഭോക്താക്കളുടെയും ആവശ്യം നിറവേറ്റാൻ സാധിക്കാതെ വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രതിസന്ധിയിലായ അവസ്ഥയിലാണ് പുതിയ ഉത്തരവ് വന്നിരിക്കുന്നത്. കേരളത്തിലെ ജനസംഖ്യ അടിത്തറയും സാമൂഹിക ഘടനയും പരിശോധിച്ചാൽ ഈ തീരുമാനത്തിന്റെ സാമൂഹിക പ്രത്യാഘാതം എത്രത്തോളം വിനാശകരമാണെന്ന് തിരിച്ചറിയാൻ സാധിക്കും. നിലവിൽ 95 ലക്ഷത്തോളം റേഷൻ കാർഡ് ഉടമകളാണ് കേരളത്തിൽ പൊതുവിതരണ സമ്പ്രദായത്തെ ആശ്രയിച്ച് ജീവിക്കുന്നത്. വൈദ്യുതീകരണവും LPG കണക്ഷനുകളും വ്യാപകമായിട്ടുണ്ടെങ്കിലും മലയോര മേഖലകളിലും വനപ്രദേശങ്ങളോട് ചേർന്ന് കിടക്കുന്ന ജനവാസ കേന്ദ്രങ്ങളിലും ഇന്നും പാചക ആവശ്യങ്ങൾക്കും അടിയന്തര വെളിച്ചത്തിനുമായുള്ള മണ്ണെണ്ണ ആശ്രയിക്കുന്ന വലിയൊരു ജനവിഭാഗമുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഈ പുതിയ അലോക്കേഷൻ പോളിസി മാറ്റം ഈ 95 ലക്ഷം കാർഡ് ഉടമകളിൽ വലിയൊരു ശതമാനം വരുന്ന നിർധന കുടുംബങ്ങളുടെ ഊർജ്ജ സുരക്ഷയാണ് നേരിട്ട് ചോദ്യം ചെയ്യുന്നത്. സംസ്ഥാനത്തിന്റെ തീരദേശ സമ്പദ് വ്യവസ്ഥയും പരമ്പരാഗത മത്സ്യബന്ധന മേഖലയും ഈ തീരുമാനം കടുത്ത പട്ടിണിയിലേക്കും തൊഴിലില്ലായ്മയിലേക്കും തള്ളിവിടുന്ന കാര്യത്തിൽ സംശയമില്ല. പരമ്പരാഗത വള്ളങ്ങളിൽ ഉപയോഗിക്കുന്ന ഔട്ട്ബോർഡ് എഞ്ചിനുകൾ പ്രവർത്തിപ്പിക്കുന്നതിന് മണ്ണെണ്ണ അത്യന്താപേക്ഷിതമായ ഇന്ധനമാണ്. മത്സ്യബന്ധനത്തിനുള്ള പ്രത്യേക വിഹിതത്തിൽ ഇതിനകം തന്നെ കേന്ദ്രം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ ഇനിയും വിഹിതം കുറയുന്നത് തദ്ദേശീയ മത്സ്യത്തൊഴിലാളികളുടെ തൊഴിൽ ദിനങ്ങൾ ഇല്ലാതാക്കും. ഇന്ധനം ഉയർന്ന വിലയ്ക്ക് പുറം വിപണിയിൽ നിന്ന് വാങ്ങേണ്ടി വരുന്നത് മത്സ്യബന്ധന യാനങ്ങളുടെ പ്രവർത്തനത്തെ ചെലവ് കുത്തനെ കൂട്ടുകയും ഇത് തീരദേശത്തെ ദാരിദ്ര്യത്തിലേക്കും വിപണിയിൽ മത്സ്യവിലക്കയറ്റത്തിലേക്കും നയിക്കുകയും ചെയ്യും. ഭരണഘടനാപരമായ ഫെഡറൽ തത്വങ്ങളുടെയും സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളുടെയും മേലുള്ള കടുത്ത കടന്നുകയറ്റമായി കൂടി ഈ കേന്ദ്ര നയ വ്യതിയാനത്തെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. ഒരു ക്ഷേമ സംസ്ഥാനം എന്ന നിലയിൽ പൗരന്മാർക്ക് അടിസ്ഥാന ആവശ്യങ്ങൾ ഉറപ്പുവരുത്താൻ കേരളം ബാധ്യസ്ഥമാണെങ്കിലും വിഭവങ്ങളുടെ കേന്ദ്രീകൃതമായ വിതരണാധികാരം കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമാണ്.
അന്താരാഷ്ട്ര പ്രതിസന്ധികളുടെ പേര് പറഞ്ഞ സംസ്ഥാനങ്ങളുമായി യാതൊരുവിധ മുൻകൂർ കൂടിയാലോചനകളും നടത്താതെ ഏകപക്ഷീയമായി വിഹിതം വെട്ടിക്കുറയ്ക്കുന്നത് ഫെഡറൽ സഹകരണത്തിന് വിരുദ്ധമാണ്. സംസ്ഥാനങ്ങളുടെ യഥാർത്ഥ ആവശ്യങ്ങളും പ്രാദേശികമായ പ്രത്യേകങ്ങളും പരിഗണിക്കാതെ ഡൽഹിയിൽ ഇരുന്നെടുക്കുന്ന ഇത്തരം തീരുമാനങ്ങൾ പ്രാദേശിക ഭരണകൂടങ്ങളെ പ്രതിസന്ധിയിലാക്കുകയാണ് ചെയ്യുന്നത്. കേവലം കക്ഷി രാഷ്ട്രീയ പ്രതിവാദങ്ങൾക്കപ്പുറം ഈ വിഷയത്തിൽ ശക്തമായ ഒരു പബ്ലിക് പോളിസി ഓഡിറ്റിംഗ് ആവശ്യമാണ്. അന്താരാഷ്ട്ര വിപണിയിലെ എണ്ണവില വ്യതിയാനങ്ങളും ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും ഉണ്ടാകുമ്പോൾ അതിന്റെ ആഘാതം നേരിട്ട് സാധാരണക്കാരിലേക്ക് എത്താതിരിക്കാനുള്ള ബഫർ സ്റ്റോക്കിംഗ് സംവിധാനങ്ങളോ തന്ത്രപരമായ കരുതൽ ശേഖരമോ വികസിപ്പിക്കുന്നതിൽ ഭരണകൂടങ്ങൾക്ക് എവിടെയാണ് വീഴ്ച പറ്റിയതെന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. കേവലം സബ്സിഡികൾ വെട്ടിക്കുറച്ച് ധനക്കമ്മി കുറയ്ക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സാമ്പത്തിക ശാസ്ത്രവും ബദൽ ഊർജ്ജ സ്രോതസ്സുകൾ ജനകീയമാക്കുന്നതിൽ വേഗത കുറഞ്ഞ സംസ്ഥാന നയങ്ങളും ഒരുപോലെ ഇവിടെ ചർച്ച ചെയ്യപ്പെടണം. ഇത്തരം നയപരമായ വീഴ്ചകളുടെ അത്യന്താപേക്ഷിതമായ ഭാരം ചുമക്കേണ്ടി വരുന്നത് സമൂഹത്തിന്റെ താഴെ തട്ടിലുള്ള സാധാരണക്കാരായ മനുഷ്യരാണ്. ജനാധിപത്യ പ്രക്രിയയിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിൽ മാത്രമല്ല, ഇത്തരം ഗവേണൻസ് അപ്ഡേറ്റുകളെയും നയപരമായ തീരുമാനങ്ങളെയും കൃത്യമായി വിശകലനം ചെയ്യുന്നതിലും പൗരന്മാർക്ക് വലിയ പങ്കുണ്ട്. ജനങ്ങളുടെ അടിസ്ഥാന ജീവിത നിലവാരത്തെ ബാധിക്കുന്ന ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായ ജനകീയ ഓഡിറ്റിംഗ് നടക്കുമ്പോൾ മാത്രമേ ഭരണകൂടങ്ങൾ കൂടുതൽ ഉത്തരവാദിത്വത്തോടെ പെരുമാറുകയുള്ളൂ. പാർലമെന്റിലും നിയമസഭകളിലും ഇത്തരം വിഷയങ്ങൾ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടുകയും ജനപക്ഷത്തു നിന്നുള്ള ബദൽ നിർദ്ദേശങ്ങൾ ഉയർന്നു വരികയും ചെയ്യേണ്ടത് ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് തന്നെ അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഇന്ധന വിഹിത നിയന്ത്രണങ്ങളെ കേവലം ഒരു വാർത്തയായി കാണാതെ അതിന് പിന്നിലെ രാഷ്ട്രീയ സാമ്പത്തിക താല്പര്യങ്ങളെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രതയെയും നിങ്ങളുടെ റേഷൻ അവകാശങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന ഈ സുപ്രധാന കേന്ദ്ര തീരുമാനത്തെക്കുറിച്ച് ബോധവാന്മാരാകുക എന്നത് ഓരോ മലയാളി ഉപഭോക്താവിന്റെയും അവകാശമാണ്. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ മറവിൽ കേരളത്തിന്റെ മണ്ണെണ്ണ വിഹിതം 15.7 ലക്ഷം ലിറ്റർ വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാരിന്റെ ഈ നടപടിയെ നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇത് സംസ്ഥാനത്തെ റേഷൻ വിതരണ സംവിധാനത്തെയും തീരദേശ ജീവിതത്തെയും എങ്ങനെ ബാധിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? ജനാധിപത്യപരമായ സംവാദങ്ങൾക്കും കൂടുതൽ ജനകീയമായ ആശയ രൂപീകരണത്തിനുമായി നിങ്ങളുടെ കൃത്യമായ നിരീക്ഷണങ്ങളും നിർദ്ദേശങ്ങളും താഴെയുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ നയപരമായ വിശകലനം മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കുക.